കഴിഞ്ഞ ദിവസം പാലാ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BTC, അതായത് ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കും സാധിച്ചു. ആനവണ്ടി യാത്രകൾ എന്നും ഇഷ്ടപ്പെടുന്ന എല്ലാ യാത്രക്കാരെ സംബന്ധിച്ചും ഏറ്റവും ആസ്വാദ്യകരമായ ഒന്നാണ് നമ്മുടെ KSRTC ഒരുക്കുന്ന വിനോദയാത്രകൾ. ഈ കഴിഞ്ഞ 30-ാം തീയതി പാലാ BTCയിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നായ ചതുരംഗപ്പാറയിലേക്കും അതുവഴി അവിടെ നിന്നും മൂന്നാറിന്റെ ഏറ്റവും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കുമായിരുന്നു. യാത്രാമധ്യേ പൊന്മുടി ഡാമിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ദുരവസ്ഥ വേണ്ടപ്പെട്ട അധികാരികളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത്തവണ പോസ്റ്റ് ചെയ്യുന്നത്. പൊന്മുടി ഡാമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര തിരിച്ച് ഞങ്ങൾ ഡാമിന്റെ മേൽഭാഗത്തെത്തിയപ്പോൾ വഴിയുടെ സൈഡിൽ ചേർന്ന് ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. വഴിയുടെ ഇടതുവശം ചേർന്ന് ബസ് മുന്നോട്ടെടുത്തേക്കാം എന്ന് വെച്ചാലോ, വളരെ വലിയ ഒരു മരത്തിന്റെ വലിയ ഒരു ശിഖരം തന്നെ വഴിയിലേക്ക് വീശി നിൽക്കുകയാണ് താനും. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും തോന്നുന്നൊരു കാര്യമുണ്ടായിരിക്കും, ആ ബസ് മരത്തിന് താഴെ കൂടെ കടന്നു പോരാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വണ്ടിയുടെ മേളിൽ ഇടിക്കത്തില്ലല്ലോ, സുഖമായിട്ട് കടന്നു പോരാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പലർക്കും തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവറേറ്റോട് പറഞ്ഞു, ഡ്രൈവറേറ്റ് നമുക്കൊന്ന് വണ്ടി ഫ്രണ്ടോട്ട് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വണ്ടി ഫ്രണ്ടോട്ട് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കടന്നു പോകാനുള്ള ഒരു സാഹചര്യമല്ല. വണ്ടിയുടെ മേള് അല്ലെങ്കിൽ ഗ്ലാസ് ഉറപ്പായി വണ്ടിയിലിടിക്കും, ഗ്ലാസ് പൊട്ടിപ്പോകും എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാഹനം അവിടെ നിർത്തിയിടുകയും തുടർന്ന് ആ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ XUV വണ്ടിയായിരുന്നു, അതിൻ്റെ ഡ്രൈവറെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ മൊത്തം അന്വേഷണം നടക്കുകയും ചെയ്തു. ഒരുപാട് നേരത്തെ അന്വേഷണത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താനാവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു. അവർ വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കാം എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റോളം ഞങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മുടെ വാഹനത്തിന് ഉടമ വന്ന് വാഹനം മാറ്റി പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിലുള്ളവരൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷുഭിതരായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ദിവസം സന്തോഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് വഴി കിടക്കുന്ന ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ആ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന കള്ളിമാലി വ്യൂ പോയിന്റ് മിസ്സായി കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, 3/4 മണിക്കൂറോളം അവിടെ നഷ്ടപ്പെട്ടത്തേക്കും ഇനി കള്ളിമാലി ഓടിയെത്താനുള്ള സമയം ഇല്ല. മാത്രമല്ല നമ്മുടെ ടൈം ടേബിൾ ഫുള്ള് ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കള്ളിമാലി വ്യൂ പോയിന്റ് പോകുന്നില്ല എന്നും വെച്ചു. എന്തൊക്കെയായാലും ഒരു വ്യക്തിയുടെ അസ്ഥാനത്തുള്ള പാർക്കിംഗ് മൂലം എത്ര പേർക്കാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ തെറ്റ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുമില്ല. കാരണം എന്താണെന്നല്ലേ, കാരണം ഇങ്ങനെ വഴിയിലേക്ക് നീണ്ടു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തികളുമുണ്ടല്ലോ. അപ്പം എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ KSRTC ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഫോറസ്റ്റും കൂടി ഒന്ന് സഹകരിച്ച് ഇതുപോലെ വഴിയിലേക്ക് നിൽക്കുന്ന എല്ലാ വലിയ മരങ്ങളുടെയും ശിഖരങ്ങൾ, അതായത് യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ ഒന്ന് മുറിച്ച് ജനങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളെല്ലാവരും വിനീതമായിട്ടൊന്ന് അറിയിക്കുകയാണ്. അപ്പം ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. Wow.